എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഇടിയിറച്ചി കമ്പനിയാണ്. ഇടിയിറച്ചിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇവിടെ നമ്മൾ ഔഷധ ഗുണമുള്ള ഇടിയിറച്ചിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. സ്വന്തമായി എരുമയെല്ലാം വളർത്തി അതിന് നല്ല ഔഷധമുള്ള ഭക്ഷണങ്ങൾ അതിന് നൽകിക്കൊണ്ട് ഔഷധ സസ്യങ്ങളും ചെടികളുമെല്ലാം നൽകിക്കൊണ്ട് അതിനെ പ്രത്യേകമായിട്ട് തരംതിരിച്ച് അതിനെ വളർത്തുകയാണ്. ഇതാണ് നമ്മുടെ ഇടിയിറച്ചിക്കുള്ള പോത്തിറച്ചി. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലാവിധ രോഗികൾക്കും കഴിക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇത് തയ്യാറാക്കുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പോത്തിറച്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരീരത്തിന് അത് നല്ലതാണ്. പശുവിറച്ചി ശരീരത്തിന് ചൂടാണ്. പൈൽസ് രോഗികൾക്കെല്ലാം പശുവിറച്ചി അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പോത്തിറച്ചി അങ്ങനെയല്ല, പൈൽസ് രോഗികൾക്കും കഴിക്കാവുന്നതാണ്. ഇത് മഴക്കാലത്തെല്ലാം, തണുപ്പ് കാലത്തും മഴക്കാലത്തുമെല്ലാം നമ്മൾ ഉണക്കി സൂക്ഷിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേകതരം ഭക്ഷണമാണ്. ഉണക്കിറച്ചി ആണ് നമ്മൾ ഇടിച്ച് അത് ഇടിയിറച്ചി എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ ഇടിയിറച്ചിയുടെ കമ്പനി. അപ്പോൾ ഇതിൻ്റെ ഇറച്ചിയെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ധാരാളം വേസ്റ്റുകൾ പോകും. 4 കിലോ ഇറച്ചി ഉണക്കിയാലേ 1 കിലോ ഇറച്ചി നമുക്ക് വേസ്റ്റും അതിൻ്റെ വെള്ളവും എല്ലാം പോയി കഴിഞ്ഞ് 1 കിലോയെ നമുക്കത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ വില നമ്മൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ ഇറച്ചി വാങ്ങുന്ന പോലെയല്ല. കാരണം 4 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ 1 കിലോ ഇടിയിറച്ചി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനുള്ള കാര്യം. കാരണം ഇത് വളരെ 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എത്ര ഇറച്ചി കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഇറച്ചിയുടെ എല്ലാം ആ നല്ലൊരു വരയുണ്ട്, ആ ഒരു അടുക്ക്, ആ അടുക്കനുസരിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. എങ്ങനെയെങ്കിലും കണ്ടം കൊണ്ട് എല്ലാം കട്ട് ചെയ്താലൊന്നും നമുക്കത് ഇടിയിറച്ചി അത് അടർന്നു വരത്തില്ല. അപ്പോൾ ഓരോ ഇതളുകളും അടർന്നു വരുന്ന രീതിയിലാണ് ഈ ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ അത് തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഓരോ ഇതളുകളായിട്ട് ഓരോ നൂല് പോലെ, സേമിയ പോലെ അതിങ്ങനെ കിട്ടുന്ന ഒരു സംഗതിയാണ്. അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് കഴിച്ച് നോക്കണം. നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും. ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ മൊത്തമായിട്ടൊക്കെ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്ര വലിയ അങ്ങനെ ബാധിക്കത്തില്ല. ഇതിപ്പോൾ 1 കിലോ ഇറച്ചിയിൽ നിന്ന് എന്തേരം വേസ്റ്റ് പോകും എന്ന് നമുക്ക് ഇതിൽ നിന്നിപ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഇറച്ചി നമ്മൾ നല്ല പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട് നെയ്യോ ചവ്വോ വേസ്റ്റുകളോ ഒട്ടും തന്നെ അതിലിരിക്കാൻ പാടില്ല. കാരണം അല്പം ഉണ്ടെങ്കിൽ, കാരണം ഇത് മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്നതാണ്, അല്പം നെയ്യോ ചവ്വോ ഉണ്ടെങ്കിൽ ആ ഭാഗം അവിടെ ഇരുന്ന് അഴുകാൻ തുടങ്ങും. കാരണം ഒരു കഷ്ണം ഇറച്ചി അഴുകിയാൽ അതിലുള്ള മൊത്തം ഇറച്ചിയും അത് ദുർഗന്ധം വന്ന് അത് നശിച്ചു പോകും. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ള പരിപാടിയല്ല. ഇതൊരു 8 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണ വീടുകളിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ചവ്വോ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും അവർ തയ്യാറാക്കി തരുന്നത്. കാരണം അവർക്കറിയാം ഇത് 1 കിലോ വാങ്ങിക്കൊണ്ട് പോയാൽ അന്ന് തന്നെ അവർ ഭക്ഷണം വെച്ച് കഴിച്ചു തീർക്കുമെന്നറിയാം. പക്ഷേ അതിൻ്റെ കടകളിലെല്ലാം സൂക്ഷിക്കുമ്പോൾ അത് 1 ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് പോയി എന്ന് വരത്തില്ല. അതുകൊണ്ട് ഇത് കൊറിയറിലും പാർസലൊക്കെ ആയി വരുമ്പോൾ അത് ദിവസങ്ങളെടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങനെ ചിലവായി പോകുന്ന ഒരു സാധനമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇരിക്കണം, അതിനുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇടിയിറച്ചിക്കുള്ളത്. സാധാരണ ഇറച്ചിക്കറി വെക്കാനാണെങ്കിൽ എല്ലാം കൂടി വെട്ടിയിട്ട് കുക്കറിലിട്ട് പുഴുങ്ങി നമുക്ക് എങ്ങനെയെങ്കിലും കഴിക്കാം. പക്ഷെ ഇടിയിറച്ചി അങ്ങനെയല്ല. ഇത് നമ്മൾ 1 ദിവസത്തേക്കോ 1 മണിക്കൂറത്തേക്കോ ഒന്നും അല്ല. ഇത് 6, 7, 8 മാസമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ്
നമ്മൾ അത്രയ്ക്കും വിശദമായിട്ട് അത്രയ്ക്കും ക്ലീൻ ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിന്റെ വേസ്റ്റ് എത്രയുണ്ട്, ഇതിന്റെ ചെലവ് എത്രയുണ്ട്. കാരണം ഇതിപ്പോ ഇറച്ചിയുടെ വിലയും ഇപ്പോൾ നമ്മളത് ചെയ്യുന്ന കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ഇതിനകത്ത് ഇറച്ചി കൊണ്ട് വെളുത്ത് വെച്ച് ഉണക്കുകയല്ല, അതിന് പ്രത്യേക തരത്തിൽ അതിൽ ചൂളകളും പ്രത്യേക തരത്തിലുള്ള ഉണക്കലുകളും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തുണി ഉണക്കാനിട്ടിരുന്ന പോലെ വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കിയെടുക്കാനൊന്നും സാധിക്കത്തില്ല. വീട്ടിലാണെങ്കിൽ തന്നെയും നമുക്ക് വിറകടുപ്പിൽ വെച്ച് തീയെല്ലാം പുകച്ചു കൊടുത്ത്, അപ്പൊ അതിനെല്ലാം ധാരാളം ചെലവുണ്ട്. വിറക് കത്തിക്കണം, പുക വരണം, അങ്ങനെ വിറകെല്ലാം കത്തിച്ചൊക്കെ ചെയ്യുന്ന പ്രക്രിയയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിലൊക്കെ നമ്മൾ ചെയ്താലും നഷ്ടം വരും. ഇപ്പൊ 1 കിലോ ഇറച്ചിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ, ഒരു 4 കിലോ ഇറച്ചി മേടിച്ച് നമ്മൾ വീട്ടില് ഇടിയിറച്ചി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് 1.5 കിലോ 2 കിലോ വേസ്റ്റ് ഒക്കെ കൊണ്ട് കുപ്പയെ തട്ടുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവും. കാശ് കൊടുത്ത് മേടിച്ച സാധനം കൊണ്ട് കുപ്പയെ തട്ടുമ്പോൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ ബുദ്ധിമുട്ടും എത്രയുണ്ട്, അപ്പൊ ഇതിന്റെ ചെലവ് എത്രയുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അതുകൊണ്ടാണ് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ശരിക്കും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ വേസ്റ്റ് എത്രയുണ്ട്, നല്ല ഇറച്ചി എത്രയുണ്ട്, ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടോ, ഇപ്പോ വേസ്റ്റ് പോയപ്പോൾ പകുതിയിലധികം വേസ്റ്റ് വന്നു കഴിഞ്ഞു ഇപ്പൊ തന്നെ. ഇപ്പൊ നല്ല ഇറച്ചി കിട്ടിയത് പകുതി മാത്രമേ ഉള്ളൂ. 1 കിലോ ഇറച്ചിയിൽ നിന്ന് അതിന്റെ പകുതിയെ ഇപ്പൊ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇറച്ചിക്കട ചെന്നിട്ട് നല്ല ഇറച്ചി മാത്രം വേണമെന്നൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പോ 1/2 കിലോ ഒക്കെ തന്നുവിടും. 2 കിലോ 3 കിലോ ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ നല്ല പീസ് മാത്രം തരണമെന്ന് പറഞ്ഞാൽ അവർ തലമണ്ടൊക്കെ അടിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എളുപ്പവഴിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിൽ നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ച് പറയുക, സാധനം നമ്മുടെ വീട്ടിലെത്തും, വെച്ച് കഴിക്കുക. എളുപ്പവഴി. എത്ര മാസം വേണമെങ്കിലും നമുക്ക് വീട്ടിലത് സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് 1/2 കിലോ ഇറച്ചി കിട്ടിക്കഴിയുമ്പോൾ, ഇപ്പോൾ 1 കിലോയിൽ നിന്ന് 1/2 കിലോ കിട്ടിയെന്ന് കരുതിക്കോ, ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ 1/4 കിലോ എങ്കിലും കിട്ടിയാൽ ഭാഗ്യമായിരിക്കും. കാരണം ഇതിന്റെ വെള്ളമെല്ലാം പോയി ഉണങ്ങിക്കഴിയുമ്പോൾ ന്യൂസ് പേപ്പർ പോലെ അങ്ങ് ചുങ്ങിപ്പോവും. ഇതൊരു ചെറിയൊരു കഷ്ണമായിട്ട് അങ്ങ് ചുങ്ങി അങ്ങ് വരും. കാരണം അതങ്ങ് എടുത്ത് കട്ടിലാശം വെച്ച് അങ്ങ് തൂക്കി കഴിയുമ്പോൾ നമുക്ക് ശരി വരും. കാരണം അപ്പോൾ 4 കിലോ ഇറച്ചിയിൽ നിന്നാണ് നമുക്ക് 1 കിലോ ചിലപ്പോൾ കിട്ടിയെങ്കിൽ കിട്ടി, ചിലപ്പോൾ അല്പം കൂടുതൽ കാണും, ചിലപ്പോൾ ഇച്ചിരി കുറവും കാണും. അതിന്റെ വേസ്റ്റിന്റെ എല്ലിന്റെ ഒക്കെ അളവൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചൊക്കെ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതിനേക്കാൾ നല്ലത് ഫോൺ ചെയ്ത് ഓർഡർ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്താൽ നമുക്ക് അധികം നഷ്ടം വരാൻ സാധ്യതയില്ല. കാരണം മുടക്കുമുതൽ നമുക്ക് ലഭിക്കും. കാരണം നിങ്ങൾ ഇതുപോലെയൊക്കെ വാങ്ങിയിട്ട് 2 കിലോ ഒക്കെ വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയണമെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. 1 കിലോ ഇറച്ചിക്ക് ചിലപ്പോൾ 400-450 രൂപയും കൊടുത്തായിരിക്കും 1 കിലോ ഇറച്ചി. അത് നമ്മൾ 4 കിലോ മേടിക്കുമ്പോൾ അതിൽ നിന്ന് 2 കിലോ വേസ്റ്റ് വന്നാൽ ആലോചിച്ച് നോക്കിക്കേ, 800 രൂപയുടെ സാധനം കൊണ്ട് കുപ്പയൊക്കെ കണ്ട് തട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്യാൻ നിൽക്കത്തുള്ളൂ. പിന്നെ 2ാമത്തെ പ്രാവശ്യം നമ്മളത് ചെയ്യത്തില്ല. കാരണം അപ്പം നമുക്ക് മനസ്സിലാകും ഇത് നമ്മൾ ചെയ്യാൻ നിന്നാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ചിലവ് കുറവായിരിക്കും കടയിൽ നിന്നും വാങ്ങി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് വീഡിയോ ശരിക്കും ഒന്ന് കണ്ടതിന് ശേഷം, ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം, ഇതൊരു ബിസിനസ്സിന് വേണ്ടി പറയുന്നതല്ല, കാരണം ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇത് വാങ്ങി കഴിക്കാം, അത്രേ പറയുന്നുള്ളൂ. ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കണ്ടോ, ഇത് ഇങ്ങനെ വെച്ചപ്പോൾ നമുക്ക് അതിന്റെ തൂക്കവും അളവൊന്നും ചിലപ്പോൾ അറിയാൻ സാധിക്കത്തില്ല. ഇനി അത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. വേസ്റ്റ് എത്രയുണ്ട്, ഒറിജിനൽ നല്ല ഇറച്ചി എത്രയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിനെല്ലാം നല്ലതാണ്. നമ്മൾ വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നോക്കോ, ഇപ്പോൾ വേസ്റ്റ് നോക്കിക്കേ, അതിന്റെ ഇറച്ചി ഇനി മറ്റേ കയ്യിൽ ഞാൻ ഇറച്ചി എടുക്കാൻ പോവുക. അപ്പൊ ഇറച്ചിയും 1 കിലോ ആണ് സാധനം. കാരണം ഇതിന്റെ അളവ് അറിയാൻ വേണ്ടിയാ. കാരണം കയ്യിലൊക്കെ എടുത്ത് കാണിച്ചാലേ അറിയത്തുള്ളൂ. 2 കിലോ ഒക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടായിരിക്കും. 1 കിലോയിൽ നിന്ന് ഇത്രയാകുമ്പോൾ 4 കിലോ 5 കിലോ എന്നൊക്കെ പറയുമ്പോൾ എത്ര വേസ്റ്റ് വരും. അപ്പോൾ ഇറച്ചിയേക്കാൾ കൂടുതൽ വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇറച്ചിയേക്കാൾ കൂടുതൽ വേസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ 1 കിലോ എന്ന് പറയുമ്പോൾ 1/2 കിലോ വേസ്റ്റ് അങ്ങ് മാറിയതിന് ശേഷം, കാരണം ഈ വേസ്റ്റ് നമ്മൾ ഹോട്ടലിലേക്കൊക്കെ കൊടുക്കുമ്പോൾ
അതിനകത്തേക്കൊക്കെ ചേർത്തൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാൻ സാധിക്കും. പക്ഷെ വീട്ടിലാണെങ്കിൽ ഈ നെയ്യ് മാത്രം നമ്മൾ കറി വെച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കിട്ടുന്നത് വേസ്റ്റാണ്. ആ വേസ്റ്റ് നെയ്യെല്ലാം ചവ്വെല്ലാം നെയ്യെല്ലാം വെച്ച് കഴിച്ച് വല്ല വയറിളക്കം പിടിച്ച് നമ്മൾ ആശുപത്രിയിലാകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 2 കിലോ വേസ്റ്റ് എല്ലാം ചവ്വും നെയ്യും എല്ലാം തിന്നാൻ നോക്കിയാൽ നമുക്കത് നടക്കുന്ന കേസല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചങ്ക് പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എളുപ്പ വഴിയിൽ ഇതുപോലെ ഇപ്പൊ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ ഇതിൽ 1/2 കിലോ ഇറച്ചിക്കകത്ത് ചേർക്കാനുള്ള ചേരുവകൾ ചേർക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് നമുക്കറിയാം, അതിന്റെ വില അറിയാം, ഉപ്പ് ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പണിയുണ്ട്, നല്ല പണിയുണ്ട്. നല്ല അധ്വാനം ഉണ്ടെങ്കിലേ ഇത് അതിന്റെ രീതിയിലായി തീരത്തുള്ളൂ. എന്നിട്ട് അധ്വാനത്തിന് നമുക്കതിന് ഉള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരരുത്, ഞങ്ങൾക്ക് നഷ്ടം വരരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്നും ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അത് ഉണക്കിയെടുക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഉണക്കുന്നതെല്ലാം അത് ഇപ്പോൾ ഈ 5-6 പീസ് കൊണ്ട് ഉണക്കാനൊക്കെ നിന്നാൽ ഭയങ്കര മെനക്കേടായിരിക്കും. ഇപ്പൊ ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. ഇനി അത് ഉണക്കുന്നതെല്ലാം അതിന്റെ വലിയ ചൂളയും പുകയും ഒക്കെ വെച്ചിട്ടാണ് ഇതെല്ലാം ഉണക്കിയെടുക്കുന്നത്. 4 ദിവസം എടുക്കും ശരിക്കും ഏകദേശം ഒന്ന് ഉണങ്ങി വരാനായിട്ട്. കാരണം എത്ര ഉണങ്ങുന്നുവോ അത്രയും നല്ലതായിരിക്കും. ഇതിന്റെ വിലയെല്ലാം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. താഴെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാനുള്ള നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉണക്കിറച്ചിക്കാണെങ്കിൽ 250 ഗ്രാമിന് 525 രൂപയാകും. ഉണക്കിറച്ചി 1 കിലോന് 2100 രൂപയാകും. കാരണം ഇത് പോസ്റ്റൽ ചാർജും പാർസൽ ചാർജും എല്ലാം അടക്കമാണ് ഈ റേറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കിട്ടുവാണെങ്കിൽ വാങ്ങിക്കോ. കാരണം ഇത് നമ്മൾ ഇവിടുന്ന് കൊറിയറിലൊക്കെ ഇത് അയക്കണം. 1 കിലോ പാർസൽ കൊറിയറിൽ അയക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വില എത്രയാണെന്നൊക്കെ. നിങ്ങൾ 1 കിലോ ഇറച്ചിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിലും 4 കിലോ ഇറച്ചിയാണ് ഓർഡർ ചെയ്തതെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. കാരണം 4 കിലോ ഇറച്ചി ഉണക്കിയാൽ നമുക്ക് ക്ലീൻ ചെയ്ത് ഉണക്കി എല്ലാം കഴിയുമ്പോഴാണ് 1 കിലോ കിട്ടുന്നത്. ഇപ്പോൾ ഉണക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഇറച്ചി ഇങ്ങനെ ആയിരിക്കുന്നു. ഇതാണ് ഉണക്ക ഇറച്ചി. ഇനി ഒരു 2 ദിവസം കൂടി ഉണക്കിക്കഴിഞ്ഞാൽ ഈ സാധനം അയച്ചു തരാൻ പാകത്തിനായി തീരും. ഇത് ഇറച്ചി ഉണക്കുന്ന ഹീറ്ററാണ്. ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഹീറ്ററാണ്. ഇതിൽ നമ്മൾ ഗ്രില്ലിൽ വെക്കുന്നത് പോലെ അടുക്കി അടുക്കി വെച്ച് ഇറച്ചി നമ്മൾ അതിൻ്റെ ചൂട് കൂട്ടിയും കുറച്ചും എല്ലാം നമ്മളത് ഇറച്ചി ഉണക്കിയെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് നമുക്ക് തൂക്കി നോക്കാം. ഇപ്പോൾ 1 കിലോ ഇറച്ചി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം ഇപ്പം 4 ദിവസം ആയിട്ടുണ്ട്. 4 ദിവസത്തെ ഉണക്കായി. ഇനി നമ്മൾ ഇത് എത്രയുണ്ട് എന്ന് നമുക്കൊന്ന് തൂക്കി നോക്കാം. വളരെ ഭാരം കുറഞ്ഞ ഒരു കവറിലേക്ക് നമ്മളത് മാറ്റിയിട്ടുണ്ട്. നമ്മളത് ഇപ്പോൾ ത്രാസിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ തൂക്കം നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ കാണുന്നതാണ് അതിൻ്റെ വെയിറ്റ്. 200 ഗ്രാമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബാക്കി ഉള്ളതെല്ലാം കുറേ വേസ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഉണങ്ങിയപ്പോൾ അതിൻ്റെ വെയിറ്റ് 200 ഗ്രാമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉരലിൽ ഇടിച്ചെടുക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഉരലിലല്ലാതെ മറ്റു പല രീതിയിലും നമ്മളിത് ഇടിയിറച്ചിയാക്കി എടുക്കുന്ന രീതിയുണ്ട്. നമുക്ക് സാധനങ്ങളെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി, വറ്റൽമുളക്, വേപ്പല നല്ല ആവശ്യത്തിന് നമുക്ക് വേണം. വേപ്പില ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. വേപ്പില എല്ലാം കടിച്ച് ചവച്ച് തിന്നാൻ നല്ല ടേസ്റ്റ്. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, ഇനി മസാലപ്പൊടിയുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഉണക്ക ഇറച്ചി. ഈ ഉണക്ക ഇറച്ചി ഇനി പൊടിച്ച് നമുക്ക് അത് ഉരലിട്ട് പൊടിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് ഉരലിട്ട് പൊടിക്കാതെ വീടുകളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ട് കാണും ഉരലിട്ട് പൊടിക്കാൻ. ഉരലൊന്നും പഴയ കാലത്ത് ഉരലൊന്നും ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ കാണത്തില്ല. ഇനി ഒരു വഴിയുണ്ട്. ഈ 2 വഴിയുണ്ട്. ഒന്ന് കൈ കൊണ്ട് നുള്ളിപ്പറിക്കുക, നുള്ളിപ്പറിച്ചെടുക്കാം.
ഇനി രണ്ടാമതൊന്ന് നമുക്ക് മിക്സിയിലും പൊടിച്ചെടുക്കാം. നമുക്ക് അടുത്തത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ആദ്യമേ ചെറിയ ചെറിയ തുണ്ടുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഇത് നമുക്കൊന്ന് പീസാക്കി എടുക്കാം. കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്കിത് പീസാക്കി എടുക്കാം. ഇതിങ്ങനെ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ 4 ദിവസം ഉണക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ മെഷീനിലെല്ലാം ഉണക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ല അതിൻ്റെ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 ദിവസത്തെ ഉണക്കാണ് ഈ കാണുന്നത്. നമുക്കിത് കുറച്ച് പീസുകളാക്കാം. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി, എല്ലാം കൂടി ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇപ്പോൾ ഇത്ര വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി, ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ നല്ല ഇറച്ചിയെല്ലാം നമുക്ക് സെലക്ട് എടുക്കാം. പക്ഷെ നിങ്ങളത് വാങ്ങിയാൽ നിങ്ങൾ വാങ്ങുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഇറച്ചിയെല്ലാം എടുത്ത് നമ്മൾ കാണിച്ചത്, ഒരു പരീക്ഷണാർത്ഥം. ഇപ്പോൾ നമുക്ക് ഇത്ര ഇറച്ചി എടുത്തിട്ടുണ്ട്, പിടി ഇറച്ചി. ഒരു 2 പേർക്കെല്ലാം കഴിക്കാൻ ധാരാളം. ഒരു പീസ് ഒരാൾക്ക് കഴിക്കാം, 2 പീസ് 2 പേർക്ക് കഴിക്കാം. അതൊക്കെ ആവശ്യത്തിന് വെച്ച് കഴിച്ചാൽ മതി. ഇനി കറി വെച്ച് വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. കറി വെച്ച് നല്ല ഇടിയിറച്ചി ഫ്രൈ ചെയ്താലും നമുക്ക് 1 മാസത്തേക്ക് നമുക്കിത് ഒരു കുഴപ്പമില്ലാതെ ഭദ്രമായി സൂക്ഷിക്കാൻ സാധിക്കും. 3 മാസത്തോളം ഇത് യാതൊരു കേടും വരത്തില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറ് എടുത്തതിന് ശേഷം ഒന്ന് തുടച്ചതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ്, ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇവിടെ എല്ലാം അത് കട്ട പിടിക്കും, പറ്റിയില്ല, അടിയിലെല്ലാം പറ്റിപ്പിടിക്കാനിടയാക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തുടച്ച് ഒന്ന് ഭംഗിയാക്കുക. അതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലാറ്റുകളിലേക്ക് താമസിക്കുന്നവർക്ക് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒലക്കയും ഉരലും ഒന്നും ഫ്ലാറ്റിൻ്റെ മുകളിലെല്ലാം കൊണ്ടുവച്ച് ഇടിക്കലെല്ലാം നടക്കുന്ന കേസല്ല. താഴെല്ലാം ഭയങ്കര ഇടിപൊളി ശബ്ദമെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നും നടക്കുന്ന കേസല്ല. അപ്പോൾ നമുക്കതുകൊണ്ട് മിക്സിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് മിക്സിയിൽ. ഇപ്പോൾ ഞാനത് മിക്സിയിലെടുത്ത് വെക്കുന്നു. നമുക്ക് കൈ കൊണ്ട് ചെയ്യാനുള്ള എളുപ്പ വഴിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെ ഇത് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ മിക്സിയിലും നമുക്ക് ചെയ്യാം. മിക്സി ഉള്ളവർ മിക്സിയിൽ ചെയ്യുക. ഇനി മിക്സി ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ വരും. നമ്മൾ ചെയ്യുമ്പോൾ തയ്യാറായി വരുമ്പോൾ തന്നെ ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇങ്ങനെ നുള്ളി കീറി പറിച്ച് നമുക്ക് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ടും നമുക്കിത് ഇടിയറച്ചി വളരെ അധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും സാധിക്കത്തില്ല. ഉരലിട്ട് തന്നെ ഇടിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. മിക്സിയിലുമൊക്കെ നമുക്കൊരു പരിധിയുണ്ട്. വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം മിക്സിയിൽ ഒരു കുറച്ച് കഷ്ണമൊക്കെ നമുക്ക് ഇട്ട് ശരിയാക്കാനുള്ളതല്ലാതെ എല്ലാം ഒന്നും നമുക്ക് മിക്സിയിൽ ചെയ്യാൻ പറ്റത്തില്ല. മിക്സി പെട്ടെന്ന് ചൂടാവും, മിക്സിയിലെല്ലാം ചിലപ്പോൾ ചുറ്റിപ്പിടിക്കും, പിന്നെ മിക്സി ചിലപ്പോൾ കേടായി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നമുക്ക് കീറി ഇതൊക്കെ എടുക്കാം. ഇത് നമ്മൾ കൈ കൊണ്ട് കീറിയെടുത്തത്, കീറിയെടുത്തത്. ഇത് നമ്മൾ മിക്സിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും കൂടി നമ്മളിപ്പോൾ മിക്സ് ചെയ്യാൻ പോവുക. ഇതിപ്പോൾ മിക്സിയിൽ ചെയ്തത്, കൈ കൊണ്ട് ചെയ്തത് രണ്ടും കൂടി നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. കാരണം ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കെല്ലാം ഇത്
വീട്ടിലൊക്കെ ഉരലിലൊക്കെ അടിച്ച് നമുക്ക് ചെയ്യാനൊക്കെ നമുക്ക് വലിയ കഷ്ടപ്പാടായിരിക്കുള്ളൂ. കാരണം അതൊക്കെ നടക്കുന്ന കേസല്ല. കാരണം ഇതൊന്നും എല്ലാവരുടെയും വീട്ടിലൊന്നും ഇപ്പോൾ പണ്ടത്തെ കാലത്തെ ഉരലോ വിളക്കോ ഒന്നും ഇപ്പോൾ കാണത്തില്ല. അപ്പോൾ ഇതാണ് ഇടിയിറച്ചി. അപ്പോൾ ഇത് ഉണക്കിറച്ചി, ഇതാണ് ഉണക്കിറച്ചി, ഇതാണ് ഇടിയിറച്ചി. ഇടിയിറച്ചി എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതിന് ഇപ്പോൾ നമുക്കറിയാം ഇത്ര പണിയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് പോകും. കാരണം ഇപ്പോൾ 200 ഗ്രാമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. 1 കിലോയിൽ നിന്ന് നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്ത് 1/2 കിലോ നമ്മൾ വേസ്റ്റ് എല്ലാം കളഞ്ഞെടുത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ 200 ഗ്രാമാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ തൂക്കം നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ 4 കിലോ സാധനത്തിൽ നിന്ന് നമുക്ക് 1 കിലോ ലഭിച്ചേക്കാം. പിന്നെ നല്ല കടയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ചിലപ്പോൾ ഇതിന് കൂടുതലൊക്കെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. എന്നാലും വേസ്റ്റ് 4 കിലോ ഒക്കെ ആണെങ്കിൽ എങ്ങനെ വന്നാലും 2 കിലോ വേസ്റ്റ് എങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് നമുക്ക് അത് നഷ്ടം സഹിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇടിയിറച്ചി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രൈ ആക്കി കഴിയുമ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റ് പിന്നെ കൂടും. കാരണം വെളിച്ചെണ്ണ, ഉള്ളി, വറ്റൽമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മസാല, മുളക് പൊടി, പിന്നെ കായംപൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചില പച്ചമരുന്നുകൾ കൂടെയൊക്കെ ഇതിൽ ചെറുതായിട്ടൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ നെയ്യെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ കൊളസ്ട്രോൾ ഫ്രീ ആണ്. ഏത് രോഗികൾക്കും ഇത് കഴിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൊളസ്ട്രോൾ നെയ്യില്ലാത്തത് കൊണ്ട് പിന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. ഇത് എരുമയിറച്ചി ആയതുകൊണ്ട് പൈൽസുകാർക്കും മറ്റുള്ള സാധാരണ ഉദരസംബന്ധമായ രോഗക്കാർക്കും എല്ലാം ഇത് കഴിക്കാൻ പറ്റും. നല്ല സാധനമാണ്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്കുമെല്ലാം ഇത് കഴിക്കാവുന്നതാണ്. കാരണം ആര് ബീഫ് ഐറ്റംസ് മറ്റുള്ള മീറ്റ്സ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരാഴ്ചയിൽ ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്നത് 250 ഗ്രാമാണ് ഒരാഴ്ചയിൽ കഴിക്കാവുന്നത്. അപ്പോൾ ഈ അധികം നമ്മൾ ഇറച്ചി ഭക്ഷണങ്ങളെല്ലാം കോഴി, ഇറച്ചി, ആട് ഇതെല്ലാം കഴിക്കുന്നത് അധികം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കെല്ലാം ക്യാൻസർ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കഴിച്ച ക്യാൻസർ എന്നല്ല പറയുന്നത്, ഇത് കഴിച്ചാൽ ഉള്ള ക്യാൻസർ കൂടി ഇല്ലാതാവും. കാരണം ഇത് നമ്മൾ എരുമയെ വളർത്തുമ്പോൾ തന്നെ അതിന് സാധാരണ പുല്ലോ വൈക്കോലോ ഒന്നും അല്ല കൊടുക്കുന്നത്. അതിന് നല്ല പോഷക ആഹാരം കൊടുത്ത് അത് നല്ല തടിച്ച് കൊഴുപ്പിച്ചെടുക്കും. കാരണം അതിൻ്റെ നെയ്യെല്ലാം ഉരുകി പോകണം. കാരണം പോത്തിറച്ചി എന്ന് പറഞ്ഞാൽ നെയ്യ് മാത്രമേ കാണത്തുള്ളൂ. പശുവിറച്ചിയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കിത് കിട്ടും. കാരണം ഇത് പോത്തിറച്ചിയാണ്. പോത്തിറച്ചി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്താൽ പിന്നെ അതിനകത്ത് നെയ്യ് മാത്രമേ ഉള്ളൂ. പോത്തെന്ന് പറഞ്ഞാൽ നെയ്യാണല്ലോ. അപ്പോൾ അതിൻ്റെ നെയ്യ് കളഞ്ഞെടുക്കുമ്പോഴാണ് ഇത്രയും വേസ്റ്റ്. പശുവിറച്ചിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് പശുവിറച്ചിയൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, അതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ബീഹാറിലെല്ലാം നമുക്ക് പശുവിറച്ചി കിട്ടും. ബീഹാറിൽ പബ്ലിക് മാർക്കറ്റുണ്ട്. ഒരു ചന്തയിൽ തന്നെ ഞാൻ പോയി വാങ്ങിയിട്ടുണ്ട്. ബീഹാറിൽ 20 പശുവിറച്ചി കടയുള്ളത് അവിടെ നിന്ന് ഞാൻ തന്നെ പോയി വാങ്ങി ഞാൻ തന്നെ കൊണ്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെ നമുക്ക് ഇന്ത്യയിലാണ് പശുവിറച്ചി കഴിക്കാൻ പറ്റാത്തത്. ബീഹാറിലും അതേപോലെ പല സ്ഥലങ്ങളിലും പശുവിറച്ചി കിട്ടും. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ കിട്ടും. അതുപോലെ കർണാടക, ആന്ധ്രയിലെല്ലാം പശുവിറച്ചിയെല്ലാം കിട്ടും. പക്ഷേ കേരളത്തിൽ എവിടെ ചെന്നാലും പശുവിറച്ചി ചോദിച്ചാൽ കിട്ടത്തില്ല. കാരണം വേസ്റ്റ് ഒട്ടും പശുവിറച്ചിയിലില്ല. നെയ്യ് അധികം ഇല്ലാത്തൊരു ഇറച്ചിയാണ് പശുവിറച്ചി. ഇപ്പോൾ പോത്തിറച്ചി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ വേസ്റ്റാകുന്നത്, നഷ്ടമാകുന്നത്. അപ്പോൾ അതിൽ നഷ്ടം സഹിച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ കടമയിലേക്ക് കടക്കാം. ഇനി നമുക്ക് പാചകം ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അപ്പോൾ ഞാനിവിടെ എന്ത് പറയുന്നു അതുപോലെ തന്നെ വേണം നിങ്ങളിത് പാചകം ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിലൊന്നും ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് വരത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് പാചകം ചെയ്യുമ്പോൾ ഇതിന് പ്രധാനമായും വേണ്ടത് വെളിച്ചെണ്ണയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ. ഉരുക്കെണ്ണയാണെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അത് വറ്റിച്ചെടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ആക്കി എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും.
ഇപ്പോൾ ഇത് നമ്മൾ ഉരുക്കെണ്ണ, തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഉരുക്കെണ്ണയാണിത്. അതേപോലെ ഇനി നമ്മൾ ആദ്യമേ ചേർക്കുന്നത് വേപ്പിലയും ഇഞ്ചി, വെളുത്തുള്ളി. കാരണം ഇതെല്ലാം നല്ലവണ്ണം മൊരിയണം. ഇത് നല്ല മൊരിഞ്ഞ്, കാരണം ഇതെല്ലാം നല്ല ഈ ഇറച്ചിയുടെ കൂടെ കടിച്ച് ചവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഇത് മൂന്നും നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക. ഈ 4 ഐറ്റംസ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുവിധം പാകമായതിനു ശേഷം വേണം നമ്മൾ ഉള്ളി ചേർക്കാനായിട്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഇടിയിറച്ചി ഫ്രൈ എന്ന് പറയുന്ന 3ാമത്തെ സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പൈസ കൂടുതലാണ്. കാരണം ഇതെല്ലാം നമ്മൾ മസാല ഇട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കോസ്റ്റ് കൂടി ആകും. കാരണം ഇനിയും ഭാരം കുറയും. ഇത് ചെയ്യുമ്പോൾ ഇനി ഇതിലുള്ള വെള്ളം കൂടെ, ഇനി ഏതെങ്കിലും വെള്ളം ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം കൂടെ പറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം നല്ല മൊരിഞ്ഞ് വരണം. ഇതെല്ലാം നല്ല മൊരിഞ്ഞ് വന്നതിന് ശേഷം എന്നിട്ട് ഏകദേശമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. സവാള ചേർക്കരുത്. സവാള ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല. ചെറിയ ഉള്ളി, നാടൻ ഉള്ളി, ചെറിയ ഉള്ളി, അതാണ് നമ്മൾ ഷാപ്പിൽ ഇടിയിറച്ചി എന്നൊക്കെ പറയുമ്പോൾ ഈ സാധനമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഷാപ്പിലെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ ടേസ്റ്റെല്ലാം കളഞ്ഞിട്ടൊന്നും അല്ല ഇതെല്ലാം ചെയ്യുന്നത്. അവർക്ക് ഇത്ര നഷ്ടം സഹിച്ച് ചെയ്യാനൊന്നും അവർ നിൽക്കത്തില്ല. അവർ അതിൻ്റെ രീതിയിൽ ഭംഗിയായിട്ട് സൂത്രത്തിലൊക്കെ കള്ള് കുടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ, അവർ അതിൻ്റെ രീതിയിൽ സൂത്രത്തിലൊക്കെ ചേർക്കും. വെളുത്തുള്ളി തൊലി കളയാതെ വേണം ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കണം. തൊലി കളയാതെ ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കണം വെളുത്തുള്ളി. ഇഞ്ചി ചെറുതായിട്ട് അരിയണം. എന്നിട്ട് ഈ ഇറച്ചിയിൽ ഈ വറ്റൽമുളകും ഈ വെളുത്തുള്ളി, ആ ഇഞ്ചിയും വേപ്പിലയെല്ലാം നല്ല മുരിഞ്ഞത് നമ്മൾ ചവച്ച് തിന്നുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് കഴിക്കുന്ന രീതികളും ഉണ്ടാക്കുന്ന രീതികളുമെല്ലാം പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഈ സാധനം നമുക്ക് കയ്യിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ നഷ്ടലാഭ കണക്കുകൾ. ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെ വേണ്ടും. ഇതിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പച്ചക്കാണെങ്കിലും അത് ഒന്ന് തീയിൽ ചുട്ടെടുത്തിട്ട്, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ ഒന്ന് ചുട്ടെടുത്തിട്ട് നമുക്ക് ഇടിച്ച് ചതച്ച് കാന്താരിയും കൂട്ടി നമുക്ക് വേണമെങ്കിൽ കഞ്ഞിയോട് കൂടെ കഴിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് കഴിക്കാം. എന്നാൽ നമ്മളുണ്ടാക്കുന്ന നമ്മുടെ കമ്പനിയിലെ ഇടിയിറച്ചി ഫ്രൈ ആണ്. ഇപ്പോൾ ഞാനത് യൂട്യൂബിന് വേണ്ടി നിങ്ങളെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി ആണ് ഈ കുറച്ച് സാധനം വെച്ച് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇപ്പോൾ കമ്പനി ഇപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല. നമ്മളിപ്പോൾ യൂട്യൂബിനായിട്ട് ഇപ്പോൾ ഈ ഇടിയിറച്ചിയാണ് പരിചയപ്പെടുത്തുന്നത്. കമ്പനിയെക്കുറിച്ച് അതിൻ്റെ വീഡിയോകളെക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്ന് ചെയ്യാം. അപ്പോൾ ഇത് ഇനി ഈ ഉള്ളിയെല്ലാം നല്ല മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഉള്ളിയും മറ്റുള്ള മുളകും, വറ്റൽമുളക്, ഉള്ളി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലവണ്ണം മൊരിഞ്ഞ് വരട്ടെ. അന്തർത്തിക്കോ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഇറച്ചി ഇടാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ തീ അല്പം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യമേ തന്നെ നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഉപ്പ് ചേർക്കരുത്. കാരണം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഇതിനകത്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം പിന്നെ വായിലോട്ട് വെക്കാൻ കൊള്ളത്തില്ല, പിന്നെ അത് കളയാനേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇടിയിറച്ചി ഇത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധനമല്ല, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് അല്പം എരിവൊക്കെ വേണം. അതുകൊണ്ട് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ഇനി നമ്മൾ കായപ്പൊടി, ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെന്ന് നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തു, ഉപ്പ് ചേർത്തു. അതേപോലെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും മസാലപ്പൊടിയുമാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കായം അധികം ചേർക്കരുത്. അധികം ചേർത്ത് നമുക്ക് അതൊരു കയ്പ്പ് രസം തോന്നും. അതുകൊണ്ട് കായം നമ്മളൊരു ലിമിറ്റിൽ വേണം ചേർത്ത് കൊടുക്കാൻ.
ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അധികം കരിഞ്ഞു പോകാനിടയായിത്തീരുന്നത് അതിന് മുമ്പ് തന്നെ, കാരണം ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പറ്റത്തില്ല. വെള്ളമൊന്നും ചേർത്തൊന്നും ചെയ്യരുത്, വെള്ളമേ ചേർത്തേക്കരുത്, ഒട്ടും വെള്ളം ചേർക്കരുത്, ഒട്ടും ഉപ്പും ചേർക്കണമെന്നില്ല. ഉപ്പും വെള്ളമെല്ലാം നമ്മൾ വെള്ളം ചേർക്കരുത്, ഒട്ടും വെള്ളം ചേർക്കരുത്. ഇപ്പോൾ നല്ല കരിഞ്ഞ് നല്ല ഒരു കറുത്ത കളർ പോലെ ഒക്കെ തോന്നുന്നുണ്ട്. കാരണം ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ നല്ലൊരു ബ്രൗണും ഡാർക്കും ചേർന്ന ഒരു കളർ വരണം, എന്നാലേ അതിനൊരു കാഴ്ചക്കൊരു ഭംഗിയുള്ളൂ. ഏകദേശം മുളക് പൊടിയെല്ലാം അതിൻ്റെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് കീറിയതും മിക്സിയിൽ ചെയ്തതുമായ രണ്ടും കൂടി ഉള്ള ഇടിയിറച്ചി നമ്മൾ ചേർത്ത് കൊടുക്കും. ഇതാണ് ഇടിയിറച്ചി. നേരത്തെ കണ്ടത് ഉണക്കയിറച്ചിയാണ്. ഉണക്കയിറച്ചി കീറി നമ്മൾ അത് മിക്സിയിലടിച്ചും കീറിയും ഉരലിലടിച്ചും ഒക്കെ നമ്മൾ അത് ഇടിയിറച്ചി ആക്കിയിട്ടുണ്ട്. ഇടിയിറച്ചി നമ്മളിപ്പോൾ ഇടിയിറച്ചി ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് അമേരിക്കയിലോ ലണ്ടനിലോ ഇന്ത്യയിലോ ചൈനയിലോ ആഫ്രിക്കയിലോ ആർക്ക് എവിടെ വേണം. ഇപ്പോൾ അതിൻ്റെ കളറെല്ലാം നോക്കിക്കുക, എന്തൊരു നല്ല ഭംഗിയാണെന്ന് നോക്കി. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ എണ്ണയ്ക്ക് ഒന്നും പിശുക്കൊന്നും കാണിക്കരുത്. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തേക്കണം. കാരണം ഇതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന സാധനമാണ്. ഇതെല്ലാം നമ്മൾ ഇത്രയും കാശ് മുടക്കി സാധനം വാങ്ങിയിട്ട് ഈ എണ്ണയിലും മുളകിലും ഒക്കെ നമ്മൾ പിശുക്ക് കാണിച്ചാൽ പിന്നെ അതിൻ്റെ ഉള്ള ടേസ്റ്റും കൂടി ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിന് നമ്മൾ 2 പീസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങുമ്പോൾ 1/2 കിലോയോ 1 കിലോയോ പാക്കെല്ലാം വാങ്ങി വെക്കുക. കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് 5 6 കിലോ എല്ലാം വാങ്ങി വെക്കാം. നിങ്ങൾ അതുപോലെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനും നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ വാങ്ങി വെക്കാം. കാരണം ഇത് ഒരു 3 മാസം കേടുകൂടാതെ ഈ ഇടിയിറച്ചി ഫ്രൈ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് ഒരു 3 മാസം ഇത് കേടാകത്തില്ല, അത് ഫുൾ ഗ്യാരണ്ടി. കാരണം 6 മാസമാണ് ഗ്യാരണ്ടി. എന്നാലും നമ്മൾ 6 മാസം ഒന്നും ഇപ്പോൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചോണ്ടൊന്നും നിൽക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അതിന് മുമ്പേ കഴിച്ചു തീർന്നു. കാരണം വേണമെങ്കിൽ നമുക്ക് 6 മാസം ഉപയോഗിക്കാം. തീ അധികം കൂടിപ്പോകരുത്. എല്ലാം ചെറിയ ചെറിയ പീസുകളും നാരുകളും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. വലിയ പീസുകളെല്ലാം അതിങ്ങനെ ഒരു പരുവത്തിലും കിടക്കും. അതുകൊണ്ട് നമ്മൾ തീയൊന്നും അധികം കൂട്ടരുത്. അപ്പോൾ എല്ലാം ഒരേപോലെ വേഗം തക്കവണ്ണം നമ്മൾ അത് എല്ലാം നല്ല പോലെ എല്ലാത്തിനും ചൂട് പിടിക്കുന്ന രീതിയിൽ അത് ഇളക്കി കൊടുക്കണം. വേപ്പിലയെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരണം. വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നമ്മൾ ഇനി എന്തിൻ്റെ കൂടെയല്ല ഇത് കഴിക്കാമെന്നല്ല, ഇപ്പോൾ വീഡിയോയുടെ അവസാനമായിട്ട് കഴിച്ച് കാണിച്ചു തരാം. ഞങ്ങൾ എന്തിൻ്റെ കൂടെയെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് ഉണ്ടാക്കുന്നതിലല്ല, ഇത് കഴിക്കുന്നതിലാണ് ടേസ്റ്റ്. ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഉണ്ടാക്കി വയറിളക്കമൊന്നും പിടിക്കാത്ത രീതിയിൽ ഇത് കഴിക്കണം. ഇതെല്ലാം ഉണക്കിറച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും എല്ലാം കഴിക്കുമ്പോൾ ആർക്കും വയറിളക്കമോ മറ്റ് കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാകരുത്. കാരണം ഈ കമ്പനിയുടെ സാധനം കഴിച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ പേര് അർക്കൽ ഫുഡ്സ്. അർക്കൽ ഫുഡ്സിൻ്റെ ഇടിയിറച്ചി കഴിച്ചിട്ട് ഭക്ഷ്യവിഷബാധയായിട്ട് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പറഞ്ഞ് പത്രത്തിലൊന്നും പറയാൻ ഡൗട്ട്. കാരണം നിങ്ങളിത് ഭംഗിയായിട്ട് വെച്ച് കഴിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇത് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളതിൻ്റെ ഭംഗിയായിട്ടും വേണ്ട രീതിയിലും മാന്യമായിട്ടുമാണ് വീഡിയോയിൽ കണ്ടതുപോലെ എല്ലാം കൃത്യമായിട്ടാണ് നമ്മളിതെല്ലാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് കഴിച്ചിട്ട് ആരും ആശുപത്രിയിലൊന്നും അഡ്മിറ്റ് ആകത്തില്ല. ആശുപത്രിയിൽ പോകുന്നവരെല്ലാം സുഖമാകത്തേ ഉള്ളൂ. കാരണം ഇത് കഴിച്ച് ഈ ഇറച്ചി ആരിൽ നിന്നാണ് കിട്ടിയത്? എരുമയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ആ എരുമ കഴിക്കുന്ന സാധനം വരെ നല്ല പോഷകമൂല്യം. കാരണം എരുമക്ക് നമ്മൾ പുല്ലും വൈക്കോലും ചുമ്മാ പഴങ്കഞ്ഞിയും വെള്ളവും ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന എരുമ ക്ഷീണിക്കും. അപ്പോൾ എരുമക്ക് അത്രയും കൊഴുപ്പുണ്ടാകണം, എരുമക്ക് അതിൽ നെയ്യ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ നെയ്യെല്ലാം കുടിക്കണം. ആ എരുമയെ നല്ല ഇറച്ചിയാക്കി മാറ്റിയിട്ട് ആണ് നമ്മളിത് കട്ട് ചെയ്യണം. അല്ലാതെ നമുക്ക് ഭയങ്കര നഷ്ടം വരും. നമുക്ക് ഈ വിലക്കൊന്നും കൊടുക്കാനും പറ്റത്തില്ല. നമ്മൾ ഈ വിലക്ക് തന്നെ എല്ലാവരും വാങ്ങത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും വാങ്ങി കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും ഇത് റേറ്റൊക്കെ ആയിക്കോളൂ. അല്ലാതെ ഇതിൽ റേറ്റ് കുറച്ചൊന്നും ആരും ഒന്നും തരത്തില്ല. ഇത് നല്ല പണിയുണ്ട്. ഇപ്പോൾ ഒരു 2 കഷ്ണം എടുത്താണ് നമ്മൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. ഇതൊരു വേണ്ടി വന്നാൽ 4 പേർക്ക് ഇത് കഴിക്കാം. ശരിക്കും ആസ്വദിച്ച് കഴിക്കാനാണെങ്കിൽ 2 പേർക്ക് കഴിക്കാം. ഒരു കഷ്ണം ഒരാൾക്ക് വെച്ച് 2 കഷ്ണമാണ് നമ്മൾ വെട്ടി മുറിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്ന എത്ര ഇത് വാങ്ങണം. നമ്മുടെ കയ്യിൽ ഇത് 100 ഗ്രാമിൻ്റെ 100 അല്ല 125 ഗ്രാമിൻ്റെ ഉണ്ട്,
1/4 കിലോ ഉണ്ട്, 1/2 കിലോ ഉണ്ട്, 1 കിലോ ഉണ്ട്. എല്ലാ പാക്കുകളും ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ച് ഉടനെ തരികയാണ്. കാരണം നിങ്ങൾ ഫോൺ ചെയ്താൽ പിറ്റേ ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് ഞങ്ങളിതെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഫ്രൈ, ഹിന്ദിയിൽ ബഫലോക്ക മാംസ്, ബഫലോക്ക മാംസ്, ഭാസ്ക മാംസ്, ഹിന്ദിയിൽ ഭാസ്ക മാംസ് എന്ന് പറയും. തമിഴിൽ മാട്ടിറച്ചി, കരുവാട് മാട്ടിറച്ചി, കാഞ്ചത്. അപ്പോൾ അതുകൊണ്ട് ഇടിയിറച്ചി നമുക്ക് മലയാളത്തിൽ പറയാം. അറിയാൻ പാടാത്ത ഭാഷയിലേക്ക് പോയാൽ ഇംഗ്ലീഷിൽ നമുക്കിത് ബഫല്ലോ മീറ്റ്സ്, ഡ്രൈ ബഫല്ലോ മീറ്റ് ഫ്രൈ. അതാണ് ഏത് ഭാഷക്കാർക്കും ഏത് രാജ്യക്കാർക്കും നമ്മൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് അത് ഉടനെ തന്നെ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതിൻ്റെ പാർസൽ ചാർജ് എല്ലാം ഞങ്ങൾ തന്നെ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർസൽ ചാർജ് ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ഫോൺ ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങൾ വാട്സാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ പൈസ വീട്ടിലൊന്ന് പേ ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ അഡ്രസ്സിലേക്ക് ഞങ്ങളിത് അയച്ചു തരികയാണ് ചെയ്യുന്നത്, കൊറിയർ വഴി. നിങ്ങൾക്കറിയാം 1 കിലോയ്ക്ക് എത്ര രൂപയാണെന്നൊക്കെ നമുക്കറിയാം. ഒരു ലെറ്റർ രണ്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്കറിയാം 100 ഗ്രാമോ 50 ഗ്രാമോ ഒക്കെ കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്കറിയാം 200-300 രൂപയൊക്കെ അവരങ്ങ് വാങ്ങും. അപ്പോൾ അതുപോലെ കൊറിയറിന് അങ്ങനെയൊന്നും ആകത്തില്ലെങ്കിലും ഏകദേശം പൊതിയുടെ വലുപ്പം അനുസരിച്ച് 1 കിലോയ്ക്ക് മേളിലാകുമ്പം അല്പം കൂടെ പൈസയാകും. കാരണം അതൊന്നും കിലോയിൽ നമ്മൾ ഇടാക്കുന്നില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് പേരും എത്തിച്ചേരാനായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. കഴിവിൻ്റെ പരമാവധി ഹോം ഡെലിവറി പോലെയും എത്തിച്ചേരാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കാരണം അതാകുമ്പോൾ ഞങ്ങൾക്കും ചിലവ് കുറവാണ്. കൊറിയറിനേക്കാളും ചിലവ് കുറവായിരിക്കും. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കോ ഇന്ത്യക്കകത്ത് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കോ ഇന്ത്യക്ക് പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും എല്ലാം ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്യുകയാണ്, അത് കഴിഞ്ഞ് സംസാരിക്കാം. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇത് ഞങ്ങൾ തപാലായിട്ട് എത്തിച്ചേരുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ പാർസൽ ചാർജ് ധാരാളമാകുന്നതെങ്കിൽ ഞങ്ങൾ അറിയിക്കും. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ അതും അയച്ചു തരുന്നതാണ്. കഴിവിൻ്റെ പരമാവധി പൈസ കുറവാണെങ്കിൽ ഞങ്ങൾ അയച്ചു തരാം. ധാരാളം ചിലവ് വർദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങളത് അറിയിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക. ഇത്രയും കുറഞ്ഞ വിലക്കും ഇത്രയും മറ്റുള്ള രീതിയിലുമൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ള സാധനം ഇത്രയും ക്ലീൻ ചെയ്തത് ഇത് വേറെ എങ്ങും നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് കൊള്ളുക. വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം. കൈകൊണ്ടും കീറിയെടുക്കാൻ പറ്റത്തില്ല, മിക്സിയിലും അടിക്കാൻ പറ്റത്തില്ല, ഉരലിലും ഇടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾ യൂട്യൂബിലെല്ലാം കാണിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയായിട്ടെല്ലാം കാണിക്കും. എന്നാലിപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ആ സാധനം നല്ലതായിരിക്കും. അപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്ന പോലെ എല്ലാവരും കാണിക്കുന്ന പോലെ ഒന്നും കാണിച്ചാൽ അത് ഒരു പ്രാവശ്യം വാങ്ങുന്നതല്ല. നാളെ നിങ്ങൾ വാങ്ങിയാലേ ഞങ്ങളുടെ കച്ചവടം നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യത്തെ കച്ചവടം അല്ലല്ലോ, ഇനിയും നിങ്ങൾ വാങ്ങണം. അതിനുവേണ്ടിയാണ് ഇത് ഭംഗിയായി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. 4 പേർക്ക് ഇത് വേണമെങ്കിൽ കഴിക്കാം. ഇത് കഴിക്കേണ്ട രീതികൾ എങ്ങനെയെന്ന് ഇനി പരിചയപ്പെടുത്താം. ഇപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ നമുക്ക് കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ഇതെങ്ങനെ കഴിക്കാം എന്നതിലേക്ക് നോക്കുന്നത്. നല്ലൊരു മുളക് വെച്ചിട്ടുണ്ട്, നല്ലൊരു വേപ്പില വെച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റിന് 1500 രൂപ അവർ വാങ്ങും. ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമേ തന്നെ ഈ നാരങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഒരു ടേസ്റ്റിന് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തൈരും ചോറും പഴങ്കഞ്ഞിയും, അല്ലെങ്കിൽ തൈരും പഴങ്കഞ്ഞിയും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വായു വെള്ളം വരും നമ്മുടെ ഇടിയിറച്ചിയായിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഏതെല്ലാം കോമ്പിനേഷൻ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചോറും ഇടിയിറച്ചിയും തൈരും ചേർത്താണ് കഴിക്കാൻ പോകുന്നത്.
തൈര് ചേർക്കുന്നുണ്ട്. വളരെ വലിയ സാധനം കഴിക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അധികം എടുക്കുന്നില്ല. ഇപ്പോൾ വളരെ കുറച്ച് സാധനം എടുക്കുന്നുണ്ട്. ഇപ്പോൾ തൈരും ചോറും ഇടിയിറച്ചിയാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. തൈരും ചോറും തമ്മിലൊന്ന് കുഴച്ചതിന് ശേഷം, അല്ലെങ്കിൽ തൈരും കഞ്ഞിയും ഒന്ന് കുഴച്ചതിന് ശേഷം നല്ല ഒന്ന് മിക്സാക്കി. എന്നാ സ്മെല്ല്! ഈ റൂം മുഴുവനും ഇപ്പോൾ ഇടിയിറച്ചിയുടെ സ്മെല്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയിറച്ചി ഇതിനോട് ചേർക്കുന്നത് വെച്ചിട്ട് നമുക്കൊന്ന് പിടിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എറണാകുളക്കാരുടെ പ്രത്യേകമായ ഇടിയിറച്ചിയാണ്. ഞാനിപ്പോൾ ചേരാമല്ലോ ചിറ്റൂരാണ് ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇനി കഴിച്ചു നോക്കാം. സൂപ്പർ! എനിക്ക് കൂടെ വേറൊരു സാധനം കൂടി പരിചയപ്പെടുത്താം. ഇത് കപ്പയും ഇടിയിറച്ചി ഒന്ന് കഴിച്ചു നോക്കാം. ഇടിയിറച്ചി ഫ്രൈയും കപ്പയും. കപ്പയുടെ കൂടെ ഒന്ന് വെച്ചം ചേർത്ത് ഒന്ന് പിടിക്കാം. ചോറിനേക്കാൾ നല്ല ടേസ്റ്റ്. കപ്പയും ഇടിയിറച്ചിയും സൂപ്പറായിട്ടുണ്ട്. ഇനിയുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം കുറേ പരിചയപ്പെടാം. നമ്മൾ കഞ്ഞിയും തൈരും ഇടിയിറച്ചിയും നോക്കിയിട്ടുണ്ട്. നമ്മൾ ചോറും തൈരും ഇടിയിറച്ചിയും കണ്ടു. അതേപോലെ കപ്പയും ഇടിയിറച്ചിയും കഴിച്ചു. ഒന്ന് കഴിച്ചു തീർക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി നോക്കാം. ഈ നാടൻ തൈരും കൂടിയാണ് നമ്മളിപ്പോൾ ഇതൊന്ന് പിടിച്ചത്. എന്നാ ടേസ്റ്റ്, എന്നാ പുളി! നാടൻ തൈര്, ചോറ്, കപ്പ, നാടൻ തൈരും കഞ്ഞി, ഇടിയിറച്ചി, അതും കൂട്ടി നല്ല ടേസ്റ്റാണ്. ആദ്യം തന്നെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടെ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം, നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ആദ്യമേ ചപ്പാത്തി, വടക്കേതിലൊക്കെ സുക്ക റൊട്ടി എന്ന് പറയും. चपाती हिंदी में सूखा रोटी। सूखा रोटी का शब्द भी इडियर्ची खाने के लिए बहुत अच्छा है। इडियर्ची ये बफेलो का बांस का मांस है, ऐसा रखना। ऐसे रखने के बाद ये थोड़ा खोल करके ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് നല്ല സൂപ്പറായിട്ട് കഴിച്ച് നമുക്കിത് കഴിക്കാം. ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഇപ്പോൾ ചോറ് കഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഭംഗിയായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു സാധനമുണ്ട്. നമ്മുടെ കേരളക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായ ഇറച്ചിയും പൊറോട്ടയുമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പൊറോട്ട, ഇത് ഇറച്ചി, ബീഫ്. പോത്തിറച്ചി, നല്ല പോത്തിറച്ചിയും പൊറോട്ടയും. ഈ പൊറോട്ടയൊക്കെ അടുത്ത് ഇതൊന്ന് കോരിയങ്ങ് വെക്കാൻ നമുക്ക്. ഇടിയിറച്ചിയും പൊറോട്ടയും എന്താ ടേസ്റ്റ്! ഇടിയിറച്ചിയും പൊറോട്ടയും. എനിക്കിപ്പോൾ ഇതെല്ലാം കൂടി കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ജോലിക്കാരനാണ് മോഹൻ, ജാർഖണ്ഡ്. അവനെൻ്റെ ഹെൽപ്പറാണ്. അവനാണ് എനിക്ക് ഇതെല്ലാം അരിഞ്ഞും വെറുക്കി മറ്റുള്ള ഉള്ളി സവാളയൊക്കെ അരിഞ്ഞൊക്കെ തരുന്നത്. ഇറച്ചിയെല്ലാം ഞാൻ തന്നെ എല്ലാം കട്ട് ചെയ്തത്. അവരൊന്നും ചെയ്ത് ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പനിയിലെ ജോലിക്കാരെല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്യും. അവരെല്ലാം വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ബണ്ണുണ്ട്.
ബണ്ണിൻ്റെ കൂടെയും അമേരിക്കയിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ ജപ്പാനിലോ എവിടെയുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിക്കാവുന്നതാണ്. ബണ്ണുണ്ട്. ബണ്ണ് ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ ബണ്ണ് നടുവെന്ന് കീറിയതിന് ശേഷം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ഭയങ്കര ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതങ്ങ് കോരി വെച്ച് സാൻഡ്വിച്ച് പോലെ ഇതിനകത്തേക്ക് ഇതങ്ങ് കോരി വെക്കുക. കോരി വെച്ചതിന് ശേഷം നല്ലൊരു പിടിയൊക്കെ പിടിച്ചാൽ ഇതങ്ങ് കഴിച്ചാൽ ऐसे बन को अंदर में देखने के बाद एक खाएंगे तो भी अच्छा टेस्टी है. ഇനി ഇത് നല്ല ഉഗ്ര ടേസ്റ്റാണ്. ഇനി അടുത്തത് ഇനി നമുക്ക് നമ്മുടെ കമ്പനി ബ്രെഡ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രെഡ് കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയ ബ്രെഡാണ്. ഒരു 2 ബ്രെഡിനെ എടുക്കുക. 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ടും ഇതൊന്ന് കോരി വെക്കാം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതിൻ്റെ നടുക്കോട്ട് ഇതൊന്ന് കോരി വെച്ചതിന് ശേഷം സാധനം കൊണ്ട് ഇത് നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റത്തില്ല, വേസ്റ്റാകും. അതുകൊണ്ട് ഉള്ള സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ, യൂട്യൂബിൽ കാണിക്കാൻ വേണ്ടി. ഇതെല്ലാം ഇപ്പോൾ എടുത്ത് എല്ലാവരും നടത്തി വെച്ചിട്ട് കുപ്പത്തിൽ കൊണ്ട് കളയാൻ പാടില്ല. എത്രയും പരിപാടിക്കുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുപ്പിലൊന്നും കൊണ്ട് കളഞ്ഞു ഇല്ലേ, ദൈവം പോലും ക്ഷമിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രം നിങ്ങളും കഴിക്കാൻ പറ്റുന്നത് മാത്രം വാങ്ങുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ബാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ അല്ലാതെ സാധാരണ ഏകദേശം വളരെ തണുപ്പുള്ള സ്ഥലത്ത് വെക്കരുത്. വളരെ തണുപ്പുള്ള കാലാവസ്ഥയ്ക്കകത്ത് ഫ്രിഡ്ജിൽ വെക്കണം. നോർമൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ സാൻഡ്വിച്ച് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ നല്ല ടേസ്റ്റാണ്. ब्रेड के अंदर में इयर्स वार्स का मांस फ्राई हम लोग इसका अंदर में रखा. बाद में ऐसा सैंडविच चिकन राइस है हम लोग ऐसा खा सकता. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വാങ്ങുന്ന പരീക്ഷിച്ച് നോക്കുക. ഇനി ഇതെല്ലാം കഴിക്കേണ്ട ഡ്യൂട്ടി എൻ്റെ ഭക്ഷണം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിക്കേണ്ട ഡ്യൂട്ടി എൻ്റെ സെക്രട്ടറിയാണ്, മോഹൻ എന്ന് പറയും, ജാക്കണ്ട് മോഹനാണ് ഇതെല്ലാം എനിക്ക് കഴിച്ചു തീർക്കേണ്ട ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം മോഹനെ ഏൽപ്പിക്കുക. അപ്പോൾ വീഡിയോയിൽ വരാൻ ഭയങ്കര പേടി, ഭയങ്കര നാണം. അപ്പോൾ അതുകൊണ്ട് അവർ ക്യാമറയുടെ മുന്നിൽ വരുത്തുന്നു, അവൻ തന്നെ ഷൂട്ട് ചെയ്യിക്കുക. അപ്പോൾ ഞാൻ കരുതിയാൽ ആയിക്കോട്ടെ, ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവനാണ് ഇതെല്ലാം കഴിക്കേണ്ടത്. ആവശ്യം കഴിക്കാൻ പറ്റുമെങ്കിൽ ആവശ്യത്തിന് എടുത്ത് കഴിക്കുക. എല്ലാം ഭംഗിയായിട്ട് ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിൽ കൊണ്ട് എടുത്തുകൊണ്ട് തൈര് ചോറുമോ ഇതെല്ലാം അവിടെ കഴിക്കാൻ പറ്റും. ഇനിയും വേണമെങ്കിൽ ചോറ് തൈരോ ചോറോ കഞ്ഞിയോ എന്തെങ്കിലും വെച്ച് കപ്പ കഴിക്കുക, എല്ലാം വെച്ച് മോഹൻ ആ ഖാന चाहिए. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കാരണം ഇവിടെ വന്നപ്പോൾ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് നടക്കുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ സാധനം ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഓർഡർ അംഗീകരിച്ചിട്ട് ഓർഡർ അനുസരിച്ച് ഉടനെ അയച്ചു തരുന്നതാണ്. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നാളെ നിങ്ങളുടെ കയ്യിലെത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റന്നാൾ എത്തുന്ന രീതിയിൽ ഞങ്ങൾ സാധനം അയച്ചു തരും. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നമസ്കാരം.